പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആരണ്യപർവം തുടരുന്നു. ഈരേഴു 14 ലോകവും തെളിഞ്ഞുതേ ഘോരനാം ദശമുഖൻ മരിച്ച നിമിത്തമായി നാരിമാർ മുറവിളി തുടങ്ങി ലങ്ക തന്നിൽ ധീരനാം വിഭീഷണൻ പറഞ്ഞു ദുഃഖം തീർത്താൻ. ചെയ്തിതു ശേഷക്രിയ സർവവും വിഭീഷണൻ കൈതവമറിയാത ജാനകിയതു നേരം രാഘവ നിയോഗത്താൽ അഗ്നിയിൽ മുഴുകിയാൾ. ആകുലം തീർന്നു വന്നാരന്നേരം സുരന്മാരും യോഷമാർ കുലമണിയാകിയ സീതയ്ക്കൊരു ദോഷമില്ലെന്നു സർവദേവതമാരും ചൊന്നാർ. മൈക്കണ്ണി തന്നെയുടൻ കൈക്കൊണ്ടു രഘുവരൻ തൃക്കാൽക്കൽ നിൽക്കുന്നൊരു രക്ഷോനായകനെയും ചൊൽക്കൊണ്ട നിശിചര രാജാവെന്ന അഭിഷേകം ലക്ഷ്മണനെ കൊണ്ടു ചെയ്യിച്ചിതു രഘുവരൻ. പുഷ്പക വിമാനവും ഏറിനാൻ രാമയന്തൻ അപ്പൊഴുതവൻ തന്നെ കണ്ടിതു ദശരഥൻ. സന്തോഷത്തോടെ വീണു നമസ്കാരവും ചെയ്തു ചിന്തിതം ലഭിച്ചിതു രാമനെ കണ്ട മൂലം. ആനന്ദിച്ചനുഗ്രഹിച്ചിടിനാൻ ദശരഥൻ വേണുന്ന വരങ്ങൾ നൽകിയിടിനാർ സുരന്മാരും. രക്ഷോനായകൻ മുതലായ രാക്ഷസരും സുഗ്രീവൻ മുതലായ വാനരവീരന്മാരും ലക്ഷ്മണകുമാരനും ജാനകി ദേവിതാനും ഒക്കത്തക്കവേ രാമൻ പുഷ്പകമേറും നേരം തിക്കിപ്പോയി മറഞ്ഞിതു വാനവരെല്ലാവരും. മുക്കണ്ണൻ താനും കൈലാസം ബുക്കുദേവിയുമായി സത്യലോകം പ്രാപിച്ചു ധാതാവും വാണിയുമായി. സത്യതൽപരനായ ഭഗവാൻ ദാശരഥി രാഘവൻ അയോധ്യ ബുക്കഭിഷേകവും ചെയ്തു. ലോകങ്ങൾ 14 പാലിച്ചു വഴി പോലെ വാഴുന്ന കാലത്തിങ്കൽ 4 ദിക്കിലുമൊക്കെ വാഴുന്ന മുനിജനം വന്നിതു കാൺമാനതിൽ. കുംഭസംഭവൻ പറഞ്ഞൻപോടു നിശാചര സംഭവമറിഞ്ഞതോ രാഘവൻ തിരുവടി. നാനാതാപസന്മാരും രാക്ഷസപ്രവരരും വാനരവീരന്മാരും പാരാതെ നടകൊണ്ടു പുഷ്പകമായ വിമാനത്തെയും അയച്ചിതു. പുഷ്പസായക സമനാകിയ രഘുവരൻ ജാനകിയോടും കൂടി കാമലീലയിൽ നിന്നായി മാനസമിറക്കിനാൻ മാനവവീരൻ താനും. പുഷ്പബാണാർത്തി പൂണ്ടു പുളച്ചു കളിക്കുന്നാൾ ഗർഭമുണ്ടായി വന്നു ജാനകിക്കതുകാലം. കളഞ്ഞാൻ അപവാദം പേടിച്ചു രഘുവരൻ വിളങ്ങിയിടിന സീതാദേവിയെ. അവളും പോയി വാൽമീകി മുനിതന്റെ ആശ്രമം അതിൽ വാണാൾ. കാമ്യന്മാരായ കുമാരന്മാരുമുണ്ടായി വന്നു ആദരാൽ കുശലവന്മാരായ വൈദങ്ങൾക്കു ജാതകർമാദിയൊക്കെ ചെയ്തിതു വാൽമീകിയും. താൻ തന്നെ ചമച്ച രാമായണമായ കാവ്യം ശാന്തന്മാരായ കുമാരന്മാരെ